എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ BSNL FTTHൻ്റെ പുതിയ പ്ലാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കുറച്ച് മുമ്പ് അൺലിമിറ്റഡ് പ്ലാൻ വന്നിട്ട് 499 ഒരു ബേസിക് പ്ലാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്കിപ്പോൾ അത് ആദ്യം സെലക്റ്റഡ് സർക്കിളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതവർ ഓപ്പൺ ടു ഓൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ പുതിയ എടുക്കുന്ന ആൾക്കാർക്കെന്ന് മാത്രം. അതുപോലെ അതിൻ്റെ ഒരു ന്യൂസ് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം BSNL ന്യൂ FTTH പ്ലാൻ എന്നിട്ട് 449 ഓപ്പൺ ടു ഓൾ ന്യൂ കസ്റ്റമേഴ്സാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളവർക്ക് എടുക്കാൻ പറ്റില്ല. അത് പുതിയതായിട്ട് കണക്ഷൻ എടുക്കുന്നവർക്ക് ആ പ്ലാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 30 MB/s സ്പീഡുള്ളതിൽ ഒരു 3300 GB ഉണ്ട് മാസം അതിൻ്റെ പ്ലാന്. പിന്നെ ഇപ്പോൾ പുതിയ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് 60 MB/s ഒരു പ്ലാൻ ഇറങ്ങിയിട്ടുണ്ട്. 599 ഉള്ളൂ പ്ലസ് GST വരും. ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ദീപാവലി ഡേ തൊട്ട് 14-ാം തീയതി തൊട്ട് റിലീസാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതുവരെയിട്ടെന്താ നമ്മുടെ സൈറ്റിലൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ അവരുടെ സൈറ്റിലൊന്നും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മാറ്റാൻ നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ BSNL സെൽഫ് ഞാൻ നോക്കി കയറിയിട്ട് അപ്പോൾ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് വെച്ചപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ദീപാവലി ഡേയിലാണ് വരുള്ളൂ എന്നാണ് വന്നിരിക്കുന്നത് അപ്ഡേറ്റ് ആയിട്ട്. എന്താപ്പോൾ ഇതിലിപ്പോൾ ഇത് ഈ 449 നമുക്ക് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇത് കാരണം ഇപ്പോൾ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 599 പ്ലാൻ ഇത് വന്നിട്ടില്ല. അപ്പോൾ ഈ പ്ലാൻ ഇപ്പോൾ ഞാൻ വേറെ അതിൻ്റെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ ടുഡേ ന്യൂസാണ്. ഇത് ഒഫീഷ്യലി ഇപ്പോൾ റിലീസായതാണ്. ഇതിൻ്റെ BSNLൻ്റെ ഒഫീഷ്യൽ നെറ്റ്വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ പ്ലാനിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ പേര് പറയുന്നത് ഫൈബർ ബേസിക് പ്ലസ് എന്നാണ്. അപ്പോൾ ആദ്യം പറയുന്നത് 449ൻ്റെ ഫൈബർ ബേസിക് എന്നായിരുന്നു. അപ്പോൾ ഇത് ഫൈബർ ബേസിക് പ്ലസ് എന്ന് ഇറങ്ങിയത് 599 rupees. അതുപോലെ 60 MB/s ആണ്. അപ് ടു 60 MB/s മാസം 3300 GB തന്നെയാണ്. പിന്നെ അൺലിമിറ്റഡ് ഡാറ്റയാണ്. 24 hour കോളിങ്ങും ഫ്രീ തന്നെയാണ്. മറ്റേ പോലെ തന്നെ. പിന്നെ ഇത് ആൻഡമാൻ നിക്കോബാറിൽ മാത്രമല്ല അതുള്ളൂ, ബാക്കി എല്ലാ സർക്കിളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വിൽ കം അലൈവ് ഫ്രം November 11 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ അറിഞ്ഞത് ദീപാവലി ഡേയിലാണ് വരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെയായിട്ട് ലൈവ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്ത സൈറ്റിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ ദീപാവലി ഡേയ്സിൽ തന്നെ ആയിരിക്കും ലൈവ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഞാനിപ്പോൾ കണ്ടപ്പോൾ മാറ്റാൻ വിചാരിച്ചു. ഞാനിപ്പോൾ എൻ്റെ 777 ഉപയോഗിക്കുന്നത്. അത് 100 MB/s ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ 100 MB/s ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 777ൻ്റെ പ്ലാൻ 100 MB/s ആയി പറഞ്ഞിട്ട് അത് എന്ന് വെച്ചാൽ ആദ്യം 50 MB/s ആയിരുന്നു. ഇപ്പോൾ 100 എനിക്ക് 100 കിട്ടുന്നുണ്ട്. ഇത് 599 പ്ലാൻ വലിയ മോശമില്ല. എന്താ വെച്ചാൽ എൻ്റെ പ്ലാൻ ഇപ്പോൾ 500 GB ആണ് മാസം 100 MB/s. ഇത് 3300 ഉണ്ട്. അതുപോലെ സ്പീഡ് 60 ഉണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. അപ്പോൾ കുറച്ച് റേറ്റും കുറവുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പ്ലാനാണെന്ന് തോന്നുന്നുണ്ട്. 599 എന്ന് പറഞ്ഞിട്ട് പ്ലാൻ എനിക്ക് തോന്നുന്നത് ഹിറ്റാകുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഹിറ്റാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ ചാനൽ പുതിയ വന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.